ഹലോ നമസ്കാരം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകളുണ്ട്. അവരുടെ ജീവിതം മാതൃകയാക്കി നമുക്ക് എന്നും സന്തോഷിക്കുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരുപാട് പേർ. ഏറെ സാംസ്കാരിക, രാഷ്ട്രീയ, ജീവകാരുണ്യ, കലാകായിക മേഖലകളിലുള്ള ഒരുപാട് പേരുണ്ട്. എന്തായാലും അവരുടെയൊക്കെ ജീവിതം ചില ആളുകൾ പാടിയിട്ടാണ് ജനങ്ങളെ അറിയിക്കുന്നത്. ചില ആളുകൾ അത് പുസ്തക രൂപത്തിലാക്കിയിട്ടാണ് അറിയിക്കുന്നത്. സിനിമ രൂപത്തിലാക്കിയിട്ട് നമ്മൾ അവരുടെയൊക്കെ ജീവിതം കാണാറുണ്ട്. അത്തരത്തിൽ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിനൊപ്പം തന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്ന നമ്മുടെ മലയാളികൾക്ക് അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ എം.എ. യൂസുഫ് അലി സാർ. യൂസുഫ് അലി സാറിൻ്റെ ജീവിത ചരിത്രങ്ങൾ ആദ്യം മുതലുള്ള ഈ സമയം വരെയുള്ള ജീവിത ചരിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ചിത്രരൂപത്തിലാക്കിയിരിക്കുകയാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമായ മുക്കം റോഷ്ന. റോഷ്നയെ സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം റോഷ്ന. അപ്പോൾ റോഷ്ന വേൾഡിൽ ആദ്യമായിട്ട് ഇതാ 420 മീറ്റർ നീളത്തിൽ പേപ്പറിൽ എം.എ. യൂസുഫ് അലിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ചരിത്രം ചിത്രരൂപത്തിലാക്കിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് വേൾഡിൽ ഫസ്റ്റ് ആണ്, ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ യൂസുഫ് അലി, ഇതിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ യൂസുഫ് അലി ദ $1 ബില്യൺ ജേർണി എന്നാണ്. യെസ്, ഓക്കെ. അദ്ദേഹത്തിന്റെ ജീവിത യാത്രയാണ് ഇവിടെ ചിത്രരൂപത്തിലാക്കിയിരിക്കുന്നത്. റോഷ്ന മുക്കത്ത് എവിടെ? മുക്കത്ത് കാരശ്ശേരി. കാരശ്ശേരി അല്ലേ? എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ കള്ളന്തോട്. കള്ളന്തോട്. ഇപ്പോൾ ഇയർ കഴിഞ്ഞു ഡിഗ്രി. ഓക്കെ. അപ്പൊ എത്ര വർഷമായി ഈ ഒരു ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങിയിട്ട്? ഇത് നമ്മൾ പ്ലാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തോളം ഇതിൻ്റെ ഒരു ഘട്ടം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഒരു 3-4 മാസമായിട്ട് നമ്മൾ കുറച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6-7 പേരുണ്ട്. അവരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതി. അപ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഇതിൻ്റെ സ്റ്റോറി കളക്ട് ചെയ്ത് അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി സീൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു 3-4 മാസം എടുത്തു അതിന്. അതിനുശേഷം ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്കെടുത്ത ടൈം എന്ന് പറഞ്ഞാൽ 2 മാസത്തോളം തുടർച്ചയായിട്ട് ചെയ്തു. കാരണം ഇത് ഗിന്നസ് റെക്കോർഡിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റും കൂടെ ആയിട്ടാണ് ഇതിൻ്റെ നെക്സ്റ്റ് പ്രൊജക്റ്റ് ആയിട്ട്. കാരണം ഞാൻ ആദ്യം ചെയ്തത് ഗ്ലോബൽ വില്ലേജിൽ വെച്ചിട്ട് ഇതുപോലെ ഫസ്റ്റ് ഇങ്ങനെ ചെയ്തത്. പക്ഷേ ഇതൊരു സ്റ്റോറി ആയിട്ട് ഒരാളുടെ ലൈഫ് ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ വേൾഡിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഉപ്പയും ദുബായിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ്. കാരണം നമ്മൾ ദുബായിൽ എവിടെ ചെന്നാലും യൂസുഫ് അലിയുടെ ഒരു ടച്ച് കാണാൻ പറ്റും, സാറിൻ്റെ ഒരു ടച്ച് എവിടെ പോയാലും നമ്മൾ ഇങ്ങനെ നടക്കുന്ന സമയത്താണല്ലോ. അപ്പം ഇങ്ങനൊരു ഈ ഒരു രീതിയിൽ ഞാനൊരു പ്ലാൻ ചെയ്ത് അവിടെ എന്താ പറയുക ഗ്ലോബൽ വില്ലേജ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തപ്പം നെക്സ്റ്റ് പ്രൊജക്റ്റ് എന്തുകൊണ്ട് യൂസുഫ് അലി സാറിൻ്റെ ചെയ്തുകൂടാന്നുള്ളൊരു ആലോചന വന്നു. കാരണം എനിക്കൊരു സംരംഭക ആവാനാണ് ആഗ്രഹം. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് യൂത്ത് ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ എന്നുള്ള രീതിയിൽ, അതുപോലെ തന്നെ സാറിൻ്റെ ലൈഫ് മൊത്തത്തിലെടുത്താൽ ഒരുപാട് ആളുകൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കേരളത്തിലായതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് സാറിനെ തന്നെ പരിചയപ്പെടുത്തിയിട്ട് ഇതൊരു തുടക്കമാവണമെന്നാണ് എനിക്ക് ആഗ്രഹം. അങ്ങനെയാണ് സാറിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഈ സംഭവങ്ങളൊക്കെ വരക്കുന്നു, ഈ ചിത്രങ്ങളൊക്കെ വരക്കുന്നു, ഒരു പിൻബലം അല്ലെങ്കിൽ ഒരു വഴികാട്ടി ആരാ ശരിക്കും പറഞ്ഞ ഇതിന്? ഇത് ഉപ്പയാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ തീമിൻ്റെ നമ്മൾ ആ ഒരു ആലോചന വന്നത് തന്നെ ഉപ്പൻ്റെ ഇതിലൂടെയാണ്. നമ്മളിത് കൂട്ടായിട്ട് ഇങ്ങനെ ചെയ്തെന്ന് മാത്രം. കാരണം ഇപ്പോൾ കാർട്ടൂണിസ്റ്റാണ്, ഗിന്നസ് റെക്കോർഡ് ഹോൾഡറാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രൊജക്റ്റൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ടാണ് സാറിൻ്റെ ലൈഫ് ആണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പോൾ നമ്മൾ ഈ ചിത്രം വരച്ച ഈ സംഭവത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ യൂസുഫ് അലി സാറിൻ്റെ ജീവിതം മുഴുവൻ ഇങ്ങനെ വരച്ചിരിക്കുകയാണ് റോഷ്ന. അപ്പോൾ ഇനി എന്താണ് അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇത് ഷാർജ ഫെയറിൽ വെച്ചിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ സാറ് കാണാൻ വരുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഒരു ഭയങ്കര ആഗ്രഹമാണ് നേരിട്ട് കാണാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെച്ച് കാണുമ്പം അതിനൊരു ഭയങ്കര സന്തോഷമുണ്ട്. ആ ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റ് ടവർ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഫിലിം എടുക്കാനൊക്കെ വരുമ്പോൾ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിയിട്ടുള്ളൊരു ആ ഒരു മൊമെന്റിൽ ഇങ്ങനെ വന്നിട്ട് സാറിൻ്റെ ഫസ്റ്റ് യാത്ര, ദുബായ് യാത്ര, ദുംറ എന്ന കപ്പലിൽ അത് വല്യപ്പയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ കപ്പൽ കഴിഞ്ഞ് അങ്ങനെ വന്ന് ദുബായിലൊക്കെ എത്തി. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ രാജാവ് വിളിപ്പിക്കുന്ന ആ ഒരു രംഗം, അത് ഭയങ്കരമായിട്ട് കുറച്ച് ലെങ്ത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം അന്ന് നൈറ്റ്
അബുദാബിയിലെത്തി. MK സ്റ്റോറാണ്. MK സ്റ്റോർ കഴിഞ്ഞ് ഈ ഒരു നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഭയങ്കര ചൂടുള്ള ടൈമിന്, അതായത് വെള്ളം കോരി ഒഴിച്ചിട്ട് ആയിരുന്നു കിടന്നിരുന്നത്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് ആണ് ഇതൊക്കെ. പിന്നെ ഫസ്റ്റ് സൂപ്പർ മാർക്കറ്റ്, അത് കഴിഞ്ഞ് അങ്ങനെ റിസ്ക് എടുത്തിട്ടുള്ള ഓരോ മൊമെന്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള യാത്രകൾ അങ്ങനെ വന്ന് നമ്മൾ അടുത്തെത്തുന്നതെന്ന് പറഞ്ഞാൽ ചെറുപ്പകാലം, പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ അദ്ദേഹം പഠിച്ച സ്കൂളുകൾ, കോളേജ്, അങ്ങനെ വന്ന് പിന്നെ ഉപ്പ ഉമ്മ ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ എൻഡിലേക്ക് അതെ ഫുൾ ഒരു ഇന്റർവ്യൂ. അതിൽ നമുക്ക് കാണാൻ പറ്റും സാറ് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളുടെ ഒക്കെ ഫേസ് ഉണ്ട്. ആ ഒരു ഘട്ടമൊക്കെ നമ്മൾ അങ്ങനെ കവർ ചെയ്ത് പോവാണ്. ഓക്കെ. പിന്നെ ഇത്തരം ചിത്രങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഇത് പേന ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്? ഇത് നമ്മൾ കാലിഗ്രാഫി പെന്ന് യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. ആണല്ലേ? അതെ, 100ഓളം വരുന്ന കാലിഗ്രാഫി പെന്ന് യൂസ് ചെയ്ത് വരച്ചതാണ്. ഒരു ചിത്രം വരയ്ക്കാൻ ഏകദേശം എത്ര സമയം എടുക്കും? അത് ഒരു 5 മിനിറ്റ് ആ ഒരു ടൈമിനുള്ളിൽ ഇതിൻ്റെ സ്കെച്ചിങ് ഒരു 5-6 മിനിറ്റാണ് ഒരു 71 സെന്റിമീറ്ററുള്ള ഒരു ഷീറ്റ് വരയ്ക്കും. അപ്പോൾ ഇതിങ്ങനെ വരക്കണമെങ്കിൽ ഇത് മറ്റൊരു ചിത്രം നോക്കിയിട്ടാണല്ലോ അത് വരക്കുന്നത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിന്റെ പിന്നണിയിൽ ഒരുപാട് പേര് പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും ഷോർട്ട് ടൈമിൽ ഇത് ചെയ്യാൻ പറ്റി. ഓരോ ഫ്രെയിമിലേക്ക് വരേണ്ട കാര്യങ്ങൾ, കാരണം നമ്മൾ പഴയ കാലമുള്ള ഫോണ് അതുപോലെ യൂസ് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട്. ഈ ദുബൈയിൽ അന്ന് അവരുടെ ഹെറിറ്റേജ് ഒക്കെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ ഫോട്ടോസ് കളക്ട് ചെയ്ത് എനിക്ക് തരും. അത് നോക്കി ഞാൻ ഇങ്ങനെ അതേപോലെ സീന് നമ്മൾ ഇങ്ങനെ ക്രിയേറ്റ് ഫോട്ടോ ഇല്ലാത്തത് ആരെങ്കിലും പറയുന്നത് കേട്ട സംഭവം? പറയുന്നത് കേട്ടതും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ഇത് തുടങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് അദ്ദേഹത്തിന്റെ PA ഒക്കെ ആയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തിരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ കിട്ടി. അപ്പോൾ എന്തായാലും റോഷന പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ നടക്കുന്ന ഫെസ്റ്റിൽ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. റോഷന വരച്ച 420 മീറ്റർ നീളമുള്ള ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നു. MA യൂസഫ് അലി സാർ എന്തായാലും ഇത് കാണാനെത്തും, റോഷനയെ കാണുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ ഇനിയും റോഷന ഇത്തരത്തിലുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ മറ്റു വർക്കുകളുമായിട്ട് ലോകമറിയപ്പെടുന്ന ഒരു മിടുക്കിയായ കലാകാരിയായി മാറട്ടെ. താങ്ക് യു.